നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ചരിത്ര കുതിപ്പിന് തുടക്കം കുറിച്ച് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാവുകയാണ്. ഇന്നാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുക. തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാകുക എന്ന പ്രത്യേകതയുമുണ്ട്. 2028 നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാവുമെന്നാണ് കേൾക്കുന്നത്. അതിന് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണത്രേ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുക. അതുകൂടാതെ ഇന്ന് പല രാഷ്ട്രീയ വാർത്തകളും കോടതി വാർത്തകളും എല്ലാം ഉള്ള ഒരു ദിവസം തന്നെയാണ്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥി. രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകം. 3-ാം ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് വാദിച്ച രാഹുൽ ആദ്യ 2 കേസുകളും ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് കുന്ദമംഗലം കോടതി. സൈബർ ഫോറൻസിക് ഫലം കിട്ടിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ്. NDAയിൽ ചേർന്ന സാബു ജേക്കബിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കൂടുതൽ 2020 നേതാക്കൾ പാർട്ടി വിടാൻ സാധ്യത. എതിർപ്പുള്ളവർക്ക് പാർട്ടി വിടാമെന്ന നിലപാടിൽ സാബു ജേക്കബ്. തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് വാർത്താ സമ്മേളനം. അബുദാബിയിൽ നിർണായക ചർച്ചകൾ. റഷ്യ യുക്രൈൻ സമാധാന നീക്കങ്ങളുമായി അമേരിക്ക. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ യുക്രൈനും റഷ്യയും. റായ്പൂർ 2020യിൽ ന്യൂസിലാൻഡിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ. 209 റൺസ് വിജയലക്ഷ്യം. 28 പന്തുകൾ ശേഷിക്കെ മറികടന്നു. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. ലൈംഗിക അതിക്രമം ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കുന്ദമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതേസമയം ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണല്ലോ കോടതി. ജാമ്യാപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നമ്മൾ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ഈ ഒരു ഷിംജിതയുടെ ഈ കേസ് എന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അതുപോലെ തന്നെ കുന്ദമംഗലം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഷിംജിത അറസ്റ്റിലായതിനു ശേഷം വലിയൊരു രീതിയിലുള്ള ഒരു രഹസ്യമായി ഷിംജിതയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ വേറെ ആളുകളുണ്ടോ എന്നുള്ളതടക്കം സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ അതായത് പോലീസ് ഫോൺ കൂടുതലായിട്ടും പരിശോധിക്കുന്നത്. 7 വീഡിയോകളാണ് ഷിംജിത ഇതുമായി ബന്ധപ്പെട്ട് ബസ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 7 വീഡിയോ സ്ലോ മോഷനിലാക്കിയിട്ടാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിംജിതയുടെ വീഡിയോ അത് വന്നതിന് ശേഷമാണ് ദീപക് ജീവനൊടുക്കിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും എന്നതിൽ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും ഈ സംഭവത്തിൽ കൂടുതൽ ജാമ്യാപേക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ ഷിംജിതയ്ക്കെതിരെ കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ പരിഗണിച്ച് കഴിഞ്ഞാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറിയിരുന്നു. BJP അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു വീഡിയോ വന്നതിന് പിന്നാലെ മാനഹാനി സംഭവിച്ചു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ദീപക് ജീവനൊടുക്കിയത് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെയാണ് ഇത്തവണയും പോലീസ് ഉള്ളത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്.
പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വടകര പോലീസ് സ്റ്റേഷനിൽ ഷിംജിത പരാതി നൽകിയിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്നാണ് ഷിംജിത നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ദീപക് ജീവനൊടുക്കിയതിന് ശേഷമാണ് പിന്നീട് ലൈംഗികാതിക്രമം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷിംജിത പോലീസിനെ സമീപിച്ചത് എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഒരു പരാതിയിൽ, അതായത് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്നുള്ള പരാതിയിൽ ബസ്സിലെ യാത്രക്കാരും അതുപോലെ തന്നെ ബസ്സിലെ ജീവനക്കാരെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, അതായത് നമ്മൾ കണ്ടതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബസ് കണ്ടക്ടറുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെ എല്ലാം നമ്മൾ പ്രതികരണം എടുത്തതാണ്. അവർ പ്രധാനമായും പറയും ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് അറിയില്ല, ഷിംജിത ഞങ്ങളോടും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന പോലും തന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലൊരു സംഭവം അവിടെയാണ് ഈ ഷിംജിതയുടെ ഫോണിന്റെ പരിശോധനാ ഫലത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം എപ്പോഴായിരിക്കും ലഭിക്കുക? അത് വേഗത്തിൽ ലഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതൊക്കെ പോലീസ് പറയുന്നുണ്ട്. അത് എപ്പോൾ ലഭിക്കും? എന്താണ് അറിയാനാവുന്നത്? അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും കൂടുതൽ ഇനി ഒരു കേസ് കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുടെ ഫലം വരണം. എന്തൊക്കെയാണ്, അതായത് 7 വീഡിയോകളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം സ്ലോ മോഷനിലാക്കി വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 7 കൂടുതൽ വീഡിയോകളുണ്ടോ, അതോ എങ്ങനെയാണ് അത്തരത്തിലൊരു വീഡിയോ, അതായത് സമൂഹ മാധ്യമത്തിൽ ഇടുന്നതിന് മുൻപ് എങ്ങനെയാണ് ആ വീഡിയോ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് വെച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല, ഈ ഒരു കൃത്രിമമായി തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ആരോപിച്ചിരുന്നു. ഏതായാലും ഫോണിൻ്റെ പരിശോധന ഫലം എപ്പോഴാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും ഈ ഒരു സംഭവം വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ശരി, ലക്ഷ്മിപ്രിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തയിലേക്ക്. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. ആദ്യ 2 കേസുകളും ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാഹുലിനെതിരെയുള്ള 3-ാം ബലാത്സംഗ കേസ്, അതിൽ ജാമ്യ ഹർജി തള്ളിയതായിരുന്നു ആദ്യം തിരുവല്ല കോടതി. പിന്നീട് രാഹുൽ അപ്പീൽ നൽകി. അങ്ങനെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് ഇന്നിപ്പോൾ കേസ് എടുക്കുകയാണ്. ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? മായ, കഴിഞ്ഞ 2 ആഴ്ചയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇദ്ദേഹം ജാമ്യഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളി ആ ജാമ്യഹർജി തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ജാമ്യഹർജിയുമായി എത്തിയത്. അവിടെയും വാദപ്രതിവാദങ്ങൾ വിശദമായി തന്നെ നടന്നു. പ്രധാനമായും ഈ കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത്. മാത്രമല്ല, ഈ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഈ വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നും എന്ന തരത്തിൽ ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ ഇതിനെയൊക്കെ തള്ളുന്ന രീതിയിലാണ്, ഇതിനെയൊക്കെ ശക്തമായി എതിർക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ ചെയ്തത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് അന്ന് തന്നെ ഈ അറസ്റ്റ് വിവരങ്ങളൊക്കെ അറിയിച്ചതാണെന്നും മാത്രമല്ല ഈ പരാതിക്കാരി വിദേശത്തായതിനാൽ സൂം മീറ്റിംഗ് ഉൾപ്പെടെ ഈ മൊഴിയെടുക്കേണ്ട സാഹചര്യമൊക്കെ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രധാനമായും പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം, അതായത് തുടർച്ചയായി ഇത്തരം പരാതികളിൽ പെടുന്ന ആളാണെന്നും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 3 കേസുകൾ, അതായത് ഇതിനു മുൻപ് 2 കേസുകൾ ഉണ്ടെന്നും കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വിശദമായി കേട്ട ശേഷമാണ് ഈ കോടതി ഇന്നത്തേക്ക് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്, ജാമ്യ വിധി പുറപ്പെടുവിക്കുന്നതിന് പറഞ്ഞത്. ഇതായത് ഈ ദിവസം ഇന്ന് ഈ ജാമ്യത്തിൽ കൃത്യമായ ഒരു വിധി ഉണ്ടാകും. ഇത് രാഹുലിനെ സംബന്ധിച്ച് ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. നേരത്തെ തിരുവല്ല കോടതി ജാമ്യ ഹർജി തള്ളിയതോടെ ആണ് ഈ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിയത്. ഇവിടെയും തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനായിരിക്കും രാഹുലിന്റെ അഭിഭാഷകൻ തീരുമാനിക്കുക. മായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടർ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. അദാനി ഗ്രൂപ്പുമായി 2023 ഏർപ്പെട്ട സപ്ലിമെന്ററി കരാർ പ്രകാരമാണ് തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ 17 വർഷം മുമ്പേ സംയോജിതമായി തീർക്കുന്നത്. 10,000 കോടിയുടെ
നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, വിഴിഞ്ഞം തുറമുഖം അതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോവുകയാണ്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് വിഴിഞ്ഞത്തുനിന്ന്? മായ, വൈകിട്ട് 4 മണിക്കാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്ന് തന്നെയായി മാറിക്കൊണ്ട് രാജ്യത്തിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക നേട്ടങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തുറമുഖം കൂടിയാണ്. 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. നമുക്കറിയാം 10,000 കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഈ രണ്ടാം ഘട്ടത്തിലാണ് ഈ 10,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ 6,000 ചില്ലുവാനം കോടി രൂപയുടെ പദ്ധതികളുമായാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മാത്രം ഏതായാലും ഈ 2028 തന്നെ ഇതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. സാധാരണ രീതിയിൽ 2045 ഈ പദ്ധതികളുടെ പൂർത്തീകരണം ഉണ്ടാകുമെന്നാണ് നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇത്തവണ അതിൽ നിന്നും മാറിക്കൊണ്ട് 2028 തന്നെ 2, 3, 4 ഘട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നാണ്. ഇതിനോടകം തന്നെ ഏകദേശം 700ഓളം കണ്ടെയ്നറുകൾ 700ഓളം കപ്പലുകളിൽ നിന്നായി ഏകദേശം 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകളാണ് ഈ വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ തന്നെ രാജ്യത്തിന് തന്നെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു തുറമുഖമായി തന്നെയാണ് വിഴിഞ്ഞം മുന്നോട്ട് പോകുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും റെയിൽവേയുടെ യാർഡ്, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയുടെ നിർമ്മാണങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ ഇവയുടെ ശേഷി എന്ന് പറയുന്നത് 5 ഇരട്ടിയായി, ഇപ്പോഴുള്ളതിനേക്കാൾ 5 ഇരട്ടിയായി ഉയരും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഈ യാർഡിൻ്റെ രണ്ടാം ഘട്ട അല്ലെങ്കിൽ രണ്ടാം ഘട്ടം 3, 4 ഘട്ടങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. 2028 കൂടി പൂർത്തീകരിക്കാൻ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. രജിത്ത്, 2028 പൂർത്തിയാവും, നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം മുഴുവനായും സജ്ജമാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അദാനി ഗ്രൂപ്പുമായി 2023 ഏർപ്പെട്ടൊരു സപ്ലിമെൻ്ററി കരാറുണ്ട്. അതിൽ പറയുന്ന രണ്ടാം ഘട്ടം, 3-ാം ഘട്ടം, 4-ാം ഘട്ടം, അതിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അത് തന്നെ കുറേ കാര്യങ്ങളില്ലേ, അതും വലിയ മുടക്കുമുതലുള്ളതും കൂടിയാണ്. അതുകൊണ്ട് ഈ 2028 എന്നുള്ളത് പ്രതീക്ഷിക്കണോ രജിത്ത്? തീർച്ചയായും അത്തരത്തിലുള്ളൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. കാരണം ഈ അദാനി ഗ്രൂപ്പുമായി നേരത്തെ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവയൊക്കെ മാറ്റിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം ഈ ടെർമിനലുകളുടെ നീക്കം അടക്കം അല്ലെങ്കിൽ ഈ കപ്പലുകളുടെ വരവടക്കം വർദ്ധിക്കുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കൂടിയായിട്ടുള്ള എറിന ഉൾപ്പെടെയുള്ളവ വിഴിഞ്ഞത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിഴിഞ്ഞം സാധാരണ രീതിയിൽ മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തേക്ക് കപ്പൽ അടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ഉണ്ട് എന്നതാണ്. ഏകദേശം 20 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ കപ്പൽ ചാലിൻ്റെ ആഴം അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ കപ്പലുകൾക്കടക്കം അടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കപ്പൽ അടുക്കുന്ന യാർഡിൻ്റെ നിർമ്മാണമടക്കം 2000 ഉയർത്തുന്ന ഒരു മീറ്ററായി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏകദേശം 8ഓളം കപ്പലുകൾക്ക് ഒരേ സമയം തന്നെ, വലിയ കപ്പലുകൾക്ക് ഒരേ സമയം തന്നെ എത്തി ചരക്കു നീക്കം നടത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 3 ഫേസുകളും കൂടി ഒരേ രീതിയിൽ പൂർത്തീകരിക്കാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2045 നേരത്തെ ഇവയുടെ നിർമ്മാണം പൂർത്തീകരണം ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ അത് 2028 ചുരുങ്ങിയത് എന്ന് സൂചിപ്പിക്കുമ്പോൾ അത്ര കണ്ട് വലിയൊരു ചരക്ക് നീക്കം വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക മേഖലയിൽ അത്ര കണ്ട് വലിയ പങ്ക് വഹിക്കാൻ ഈ വിഴിഞ്ഞം പോർട്ടിന് കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇവയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക
എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് 2028 കൂടി ഈ രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ഷിപ്പിംഗ് യാർഡ് മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. തന്നെയായാലും വിഴിഞ്ഞം രാജ്യത്തിന് വലിയൊരു നേട്ടം കൊണ്ടുവരുമ്പോൾ അത് സംസ്ഥാനത്തിനും കൂടി വലിയൊരു നേട്ടം തന്നെയാണ് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വേഗത്തിൽ തന്നെ ഇവയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതാവുന്ന വിഴിഞ്ഞം തുറമുഖം അതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അതിൻ്റെ അന്താരാഷ്ട്ര തുറമുഖത്തിന് തുടർ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. NDAയിൽ ചേരാനുള്ള 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ 2020 നേതാക്കൾ പാർട്ടി വിടാൻ സാധ്യത. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. അതേസമയം എതിർപ്പുള്ളവർക്ക് പാർട്ടി വിടാമെന്നാണ് സാബു ജേക്കബിന്റെ നിലപാട്. പാർട്ടി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ സാബു ജേക്കബ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, 2020 NDAയുടെ ഭാഗമാണ് ഇപ്പോൾ. അതിന് വലിയ എതിർപ്പുമുണ്ട്. സാബു ജേക്കബ് തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം, അതിലെന്താണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്? മായ, 2020 NDAയുടെ ഭാഗമായതിന് പിന്നാലെ തന്നെ 2020യിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭിന്നസ്വരങ്ങൾ തന്നെയാണ് ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് സാബു ജേക്കബിൻ്റെ തീരുമാനം അത് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ്. തങ്ങളോട് പാർട്ടി നേതാക്കളെന്ന രീതിയിൽ തങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്നലെയാണ് 3 പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന തന്നെ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നതായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള റസീദ പരീദ് അടക്കമുള്ള ആളുകളാണ് രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസിൽ ചേരുന്നതായിട്ടുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സാബു ജേക്കബ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകില്ല എന്നറിയിച്ചിരുന്ന 2020 പിന്നീട് ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായി മാറുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പുണ്ടായിരുന്ന ആളുകളാണ് കൂടുതലുമായിട്ടും 2020യെ പിന്തുണച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് സാബു ജേക്കബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഏതായാലും നേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതും. കൂടാതെ തന്നെ തൃക്കാക്കര നഗരസഭയിലുള്ള ഏക 2020 കൗൺസിലർ അടക്കമുള്ള ആളുകൾ ഇന്നലെ രംഗത്ത് വരികയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ NDAയുടെ ഭാഗമായി താൻ നിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി അല്ലെങ്കിൽ 2020യുടെ ഈ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ താൻ നിലനിൽക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനപ്രതിനിധികൾ ഇനി ഈ സാബു ജേക്കബിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരെ ഒപ്പം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം CPM ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധമുള്ള ആളുകൾക്കെല്ലാം തന്നെ തങ്ങളെ സമീപിക്കാം എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കുന്നത്തുനാട് MLA കൂടിയായിട്ടുള്ള PV ശ്രീനിജൻ വ്യക്തമാക്കിയത്. PV ശ്രീനിജൻ LDF അംഗമാണ്. ഇത്തരത്തിൽ എതിർപ്പുള്ള ആളുകൾക്ക് തന്നെ സമീപിക്കാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസ് നേതാക്കൾ ഈ പല ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അവിടുത്തെ മുൻ MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളെ അടക്കം 2020യിൽ നിന്ന് അടർത്തി കൊണ്ടുവന്ന് തങ്ങളോടൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ചില പഞ്ചായത്തുകളുടെ ഭരണമടക്കം കിട്ടുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പുത്രിക്കൈ പഞ്ചായത്തുണ്ട്. അവിടെ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇതിന് ശേഷം നടന്ന വോട്ടെടുപ്പിന് ശേഷം നടന്ന നറുക്കെടുപ്പിലൂടെയാണ് ഈ 2020ക്ക് ഭരണം ലഭിച്ചത്. അവിടെ UDFന് 7ഉം 2020ക്ക് 7ഉം ആയിരുന്നു. പിന്നീട് ഈ നറുക്കെടുപ്പ് നടത്തുകയും 2020ക്ക് ഭരണം ലഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും ഇപ്പോൾ 2020 അംഗങ്ങളെ രാജിവെപ്പിച്ച് കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ പുത്രിക്കൈ പഞ്ചായത്ത് UDFൻ്റെ ഒപ്പം എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് ഏതായാലും UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒപ്പം ഈ മറ്റ് പഞ്ചായത്തുകളിൽ തങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി CPM ഏതായാലും 2020 നേതാക്കളെ കാണുന്നുണ്ട്. ഏതായാലും
2020 നേതാക്കൾ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ചർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സാബു ജേക്കബ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി നിലപാടിനോട് എതിർപ്പുള്ള ആർക്ക് വേണമെങ്കിലും പാർട്ടി വിട്ടു പോകാം എന്നുള്ളൊരു കാര്യമാണ് സാബു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഏതായാലും ഇന്നലെ NDA പ്രവേശനം കഴിഞ്ഞതിന് ശേഷം ഇനി 2020 ഭാവി പരിപാടികൾ എന്താണ് എന്നത് വിശദീകരിക്കാനായിട്ട് ഇന്ന് ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാബു ജേക്കബിന് പറയാനുള്ളത് എന്താണെന്ന് കണ്ടറിയാം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കട്ടെ. NSS SNDP ഐക്യത്തിന് ഇരുവിഭാഗത്തു നിന്നും പച്ചക്കൊടി ഉയർന്നതോടെ മുന്നോട്ടുള്ള ചർച്ചകൾ വൈകാതെ ഉണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ കുറച്ച് ആശങ്കയോടെ തന്നെയാണ് ഐക്യത്തിനായുള്ള ഈ നീക്കത്തെ കാണുന്നത്. ചില സമുദായ സംഘടനകളും നേതാക്കളും ഐക്യത്തെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, SNDP NSS ഐക്യം അത് പറഞ്ഞു കഴിഞ്ഞതാണ്, ഇരുവിഭാഗവും പച്ചക്കൊടി വീശി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി, SNDP വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി G സുകുമാരൻ നായരുമായി ഒരു കൂടിക്കാഴ്ച അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്നായിരിക്കും ഉണ്ടാവുക, എപ്പോഴായിരിക്കും? മായ, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന SNDP യോഗത്തിൻ്റെ നേതൃയോഗമാണ് ഈ SNDP NSS ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കാൻ വേണ്ടി SNDP യോഗം വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ ഫോണിൽ ബന്ധപ്പെടുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി അവസരം തേടുകയും ചെയ്തിരുന്നു. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം SNDP യോഗത്തിൻ്റെ നേതൃയോഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെ G സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ട് ഈ SNDP NSS ഐക്യം എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് ഈ കഴിഞ്ഞ നാളുകളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങളുടെ പിന്നാലെയാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി വന്നത്. അദ്ദേഹം പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ, അതായത് UDFിൻ്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്ന വകുപ്പുകളിൽ പലപ്പോഴും അത് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമായി ഈ ഒരു ആവശ്യങ്ങൾ അല്ല ആനുകൂല്യങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഉണ്ടായ ആക്രമണങ്ങളുടെ, വെള്ളാപ്പള്ളി നടേശന് നേരെ ഉണ്ടായ സോഷ്യൽ മീഡിയയിലടക്കമുണ്ടായ വലിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ G സുകുമാരൻ നായർ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് SNDP NSS ഐക്യം എന്നൊരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത്. ഇതിന് NSSൻ്റെ ഭാഗത്തു നിന്നും പിന്തുണയും കൂടി ലഭിച്ചതോടെ ഇനിയിപ്പോൾ ഈ ഒരു ഐക്യം എന്നുള്ള ഒരു ആവശ്യം, ഇരുഭാഗത്തു നിന്നുമുള്ള ഈ ഒരു ആവശ്യം എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നല്ലൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഐക്യം എത്രത്തോളം തങ്ങളെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് വിവിധ രാഷ്ട്രീയ മുന്നണികൾക്കുള്ളത്. ഈ വിഷയത്തിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഒക്കെ LDFിനോട് ഒരു മൃദു സമീപനം പുലർത്തുന്നതായാണ്. NSS മൃദു സമീപനവും, എന്നാൽ SNDP ഇച്ചിരി കടുത്ത ഒരു രീതിയിൽ തന്നെ LDFിനോടൊരു ആഭിമുഖ്യവും കാണിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായത്. ഇതാണ് പ്രധാനമായും UDFിനും അതേപോലെ തന്നെ BJPക്കും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ G സുകുമാരൻ നായർ അടക്കം പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിനും ഇത് SNDP NSS ഐക്യം എന്നത് തനിക്കെതിരെയുള്ള ഒരു നീക്കമാക്കി VD സതീശൻ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അത്രയും അതിന് മാത്രം വലിയ ഒരാളല്ല VD സതീശൻ എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു G സുകുമാരൻ നായർ. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വയം ഉയർത്തിക്കാട്ടുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിലെ ചിലർ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ VD സതീശനെ ഉയർത്തിക്കാട്ടുമ്പോൾ അതിന് പറ്റിയ ഒരാളല്ല VD സതീശൻ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് G സുകുമാരൻ നായർ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എത്തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയും തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി G സുകുമാരൻ നായരെ കണ്ടതിന് ശേഷം NSSൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും എത്തരത്തിൽ ഈ ഐക്യത്തിൻ്റെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ NSS നേതൃത്വവും തീരുമാനമെടുക്കും. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും SNDP NSS ഐക്യം കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ കുറച്ച് ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ചില സമുദായ സംഘടനകളും നേതാക്കളും ഐക്യത്തെ തള്ളി രംഗത്തെത്തിയെങ്കിലും ഇനിയിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തട്ടെ. എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ്, അതുകൊണ്ട് തന്നെയാണ് മുന്നണികൾക്ക് ഈ ആശങ്ക വരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം.
റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. യുഎഇയിൽ നടക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കി നടക്കുന്ന ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചയാണ്. കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള യുക്രൈൻ സൈന്യം പിന്മാറ്റം എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും റഷ്യ തയ്യാറല്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് യുക്രൈൻ ആവർത്തിച്ചു കഴിഞ്ഞു. പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമൈറോവാണ് യുക്രൈന് വേണ്ടി സംസാരിക്കാൻ എത്തുക എന്നാണ് അറിയുന്നത് അബുദാബിയിൽ. പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ വേദിയിലുണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രി മോദിയുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ വിശദീകരണവുമായി ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ. പോലീസ് ഉദ്യോഗസ്ഥയായി VVIP ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചതെന്നും അവർ വ്യക്തമാക്കി. താൻ എപ്പോഴും BJPക്ക് ഒപ്പമാണെന്നും ശ്രീലേഖ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോയില്ല ശ്രീലേഖ എന്ന് പറഞ്ഞ് ഇന്നലെ സോഷ്യൽ മീഡിയ വല്ലാതെ ആഘോഷിച്ചതാണ്. അതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ശ്രീലേഖ അതിന് മറുപടിയും നൽകിയിരിക്കുകയാണ്. നല്ല കാര്യം. മറ്റു വാർത്ത നോക്കാം. വിമാനയാത്ര നടത്തുന്നത് ഇക്കാലത്ത് വലിയ കൗതുകമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ തൊഴിലുറപ്പിൽ നിന്നും മിച്ചം വെച്ച് കിട്ടിയ പണം കൊണ്ട് വിമാനയാത്ര നടത്തുന്നത് അഭിനന്ദനാർഹമാണ്. കോഴിക്കോട് തിരുവമ്പാടി പൊന്നങ്കയത്തുള്ള ഒരു കൂട്ടം വനിതകളാണ് യാത്രയ്ക്കൊരുങ്ങുന്നത്. ആദ്യമായി വിമാനത്തിൽ കയറാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് ഇവർ. 2 വർഷം മുമ്പ് കുടുംബശ്രീ കോർഡിനേറ്റർ ഷീബയുടെ മനസ്സിലാണ് വിമാനയാത്രയെന്ന ആശയം ആദ്യം ഉദിച്ചത്. സഹപ്രവർത്തകരോട് ആഗ്രഹം പറഞ്ഞപ്പോൾ 70 വയസ്സായ ജാനകിയും ശാന്തയുമടക്കം 25 പേർ തയ്യാർ. പിന്നെ ഒന്നും നോക്കിയില്ല. തൊഴിലുറപ്പിൽ നിന്നും കിട്ടുന്ന പണം മിച്ചം വെച്ചു തുടങ്ങി. ഇപ്പോൾ ഇതാ ഇവരുടെ യാത്ര യാഥാർത്ഥ്യമാവുകയാണ്. ഞങ്ങൾ 25 പേരുണ്ട്. കൂടുതലും തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കുടുംബശ്രീ അംഗങ്ങളുണ്ട്. 2 വർഷത്തോളം ഞങ്ങളൊരു പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു ആകാശത്തോടെയുള്ള ഒരു യാത്ര നടക്കുമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ കുറച്ചൊരു മുൻകൈ എടുത്ത് ഇങ്ങനെ ചോദിച്ചെല്ലാവരോടും, പല കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഉള്ളവരാ. അപ്പം എല്ലാവർക്കും പോരാൻ താല്പര്യമാണ്. ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് ഓക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തിവെച്ചതാണ്. അപ്പം എല്ലാവർക്കും വളരെ ഉത്സാഹത്തോടു കൂടി ആണ് എല്ലാവരും ഇതിന് മുൻകൈ എടുത്തത്. ജനുവരി 28 രാവിലെ 9 മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്കാണ് യാത്ര. ഏതാണ്ട് 6000-ഓളം രൂപയാണ് ഒരാളുടെ യാത്രാ ചെലവ്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിനു ശേഷം കൊച്ചി മെട്രോയും ലുലു മോളും ഫോർട്ട് കൊച്ചിയുമെല്ലാം കണ്ടായിരിക്കും ഇവരുടെ മടക്കം. യാത്രയ്ക്ക് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. അതിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചെല്ലാം. 2.5% വീഴ്ചയാണ് മുൻനിര ഓഹരി സൂചികളിൽ ഈ ആഴ്ച ഉണ്ടായത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും വിൽപ്പന തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നെങ്കിൽ കൂടിയും ഇന്നലെ വീണ്ടും വിൽപ്പനയിലേക്ക് നീങ്ങി. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും വലിയ തോതിലുള്ള വിൽപ്പന പ്രകടമായിരുന്നു. ആഗോള തലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഒപ്പം തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉലയുന്നതും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസ്വസ്ഥതകളാണ് വിപണിയിൽ ഇപ്പോൾ വിൽപ്പനയിൽ പ്രതിഫലിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും ഓട്ടോ മേഖലയിലും എല്ലാം വലിയ തോതിൽ തന്നെ വിൽപ്പന നടക്കുമ്പോൾ FMCG മേഖലയിലെ ചില എണ്ണപ്പെട്ട ഓഹരികളിൽ മാത്രമാണ് ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നത്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ തുറന്നേക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിലെ കയറ്റിറക്കങ്ങൾ വളരെ കൂടുതലായിരുന്നു. വരും ദിവസങ്ങളിലും അത് തുറന്നേക്കും എന്നുള്ളതിൻ്റെ സൂചനകളിലാണ് വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത് തന്നെ. എന്തായാലും ആഗോള സാഹചര്യങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും
പ്രഖ്യാപനങ്ങളും നിലപാടുകളും തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും വിപണിയിലെ നീക്കത്തിന് നിർണായകമാവുക. ലോകത്ത് പലയിടങ്ങളിലും ഓഹരികളിൽ പല രാജ്യങ്ങളിലെയും ഓഹരി വിപണിയിൽ മുന്നേറ്റം തുടരുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. ഓരോ ദിവസവും 4000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലനം രൂപയുടെ മൂല്യത്തിലും ഉണ്ടാകുന്നുണ്ട്. രൂപയുടെ മൂല്യവും എക്കാലത്തെയും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഘടകങ്ങളെല്ലാം വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. ദീർഘകാല ശരാശരിയേക്കാൾ സൂചികകളുടെ നീക്കം ദീർഘകാല ശരാശരിയേക്കാൾ താഴെയാണ്. പ്രത്യേകിച്ചും 200 ദിവസത്തെ ശരാശരി നീക്കവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് സൂചികകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിപണിയിൽ ഒരു തുടർച്ചയായ ഒരു നിക്ഷേപ താല്പര്യം തുടരണമെങ്കിൽ 25,500 എന്നുള്ള മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ നിലവാരം പ്രധാനമാണ്. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. റബ്ബർ വില വീണ്ടും 200 രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. മാർച്ച് മാസത്തോടെ വില 220 രൂപയ്ക്ക് അടുത്തെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റബ്ബർ മരങ്ങൾ തളിരണിഞ്ഞതിനെ തുടർന്ന് ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുന്നതിനാൽ വില വർധനവിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കില്ല. റബ്ബർ ഷീറ്റാക്കാതെ ലാറ്റക്സായും ചിരട്ടപ്പാലായും വിൽക്കുന്നതാണ് കർഷകർക്ക് വിലയുയരുമ്പോൾ പ്രയോജനം ലഭിക്കാതെ വരുന്നതിന് പ്രധാന കാരണം. റബ്ബർ വില വീണ്ടും 200 രൂപയ്ക്കരികിലെത്തി. RSS 4-ന് വെള്ളിയാഴ്ച റബ്ബർ ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന വില 198 രൂപയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റബ്ബർ വില 213 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന വിലവർദ്ധനവിൽ കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. നിലവിൽ റബ്ബർ മരങ്ങൾ ഇലകൊഴിച്ച ശേഷം തളിരിട്ട് നിൽക്കുകയാണ്. ഇതുമൂലം ബഹുഭൂരിഭാഗം തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നില്ല. റബ്ബർ വില 213 രൂപയിലെത്തിയ ഓഗസ്റ്റ് മാസവും മഴ മൂലം ഉൽപ്പാദനം കുറവായിരുന്നു. കർഷകർ റബ്ബർ ഷീറ്റാക്കി സംഭരിച്ച് വയ്ക്കാത്തതാണ് വിലയുയരുന്നതിൻ്റെ പ്രയോജനം ലഭിക്കാത്തതിന് കാരണം. ലാറ്റക്സായും ചിരട്ടപ്പാലായും വിൽപ്പന നടത്തുമ്പോൾ അതത് കാലയളവിലെ വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുക. ഈ വില വർദ്ധിക്കുന്നതിൻ്റെ പ്രയോജനം ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി ഉൽപ്പാദനം തീരെ ഇല്ലാതെ വരുന്ന സമയത്താണ് ഈ ഷീറ്റിൻ്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ മുൻകാലങ്ങളിൽ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന റബ്ബർ ഷീറ്റിൻ്റെ ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞു. ഇന്ന് ഇവിടെ ഈ മേഖലയിൽ ബാക്കി നിൽക്കുന്ന കർഷകർ ലാറ്റക്സിലേക്കും അതുപോലെ ചിരട്ടപ്പാലിലേക്കും മാറിയത് റബ്ബർ ഷീറ്റിൻ്റെ ഉൽപ്പാദനത്തെ വലിയ തോതിൽ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുണ്ടായത്. ടാപ്പിംഗ് കാലാവധി പൂർത്തിയാക്കിയ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന കർഷകർ മറ്റ് കൃഷികളിലേക്ക് തിരിയുന്നത് കോട്ടയം ജില്ലയിൽ വ്യാപകമാണ്. പുനർകൃഷിക്കുള്ള റബ്ബർ ബോർഡ് സബ്സിഡി, സംസ്ഥാന സർക്കാരിൻ്റെ കേര പദ്ധതി എന്നിവ വഴി ആവർത്തന കൃഷിക്ക് വലിയ സഹായം ലഭിക്കുമ്പോഴും ഉൽപ്പാദന ചെലവും വിലയിലെ ഏറ്റക്കുറച്ചിലുകളും മൂലം കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന പ്രവണത തുടരുന്നതായാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ കൃഷിയും ഉൽപ്പാദനവും വർദ്ധിക്കുന്നുവെന്ന റബ്ബർ ബോർഡിൻ്റെ വാദം കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയുള്ളതാണെന്നും ഇവർ ആരോപിക്കുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ മാർച്ച് മാസത്തോടെ റബ്ബർ വില 220 രൂപയ്ക്ക് മുകളിലെത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഷീറ്റായി തന്നെ റബ്ബർ വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് പ്രോത്സാഹനമുണ്ടായെങ്കിൽ മാത്രമേ റബ്ബർ കൃഷി പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തൂ എന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കോട്ടയം. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി വനിതാ ജംഗ്ഷനാണ്. ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട്ടെ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് ആൾക്കൂട്ട വിചാരണയാണോ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് വനിതാ ജംഗ്ഷൻ. വനിതാ ജംഗ്ഷൻ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകളൊക്കെ സത്യമാണോ? റീച്ചും ലൈക്കും കൂട്ടാൻ എന്ത് വഴിയും തേടുകയാണ് ഇൻഫ്ലുവൻസർമാർ എന്നാണ് അടുത്തിടെ ഉയരുന്ന വിമർശനങ്ങൾ. ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മുൻവിധിയോടെ സമീപിച്ച് ഒരു ഡിജിറ്റൽ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന പ്രവണതയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. സോഷ്യൽ മീഡിയ, പോലീസും കോടതിയുമായി വിധി പ്രസ്താവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളും നിരവധിയാണ്. ഇതിനെ അതിജീവിക്കാനുള്ള വഴി എന്താണ്? അതേസമയം ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടേ? അതിനുള്ള വഴി സോഷ്യൽ മീഡിയ ആണോ? നമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊന്നാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. എൻ്റെ അമ്മ വളരെ പാവായി പോയി. അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനെ പുറത്ത് വിടാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. അവളെ ജീവപര്യന്തം തടവിലിടണം.
അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. അഖില, നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്യുകയും അതിൽ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലാണ് ഷിംജിതയുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിൽ ഷിംജിതയെ എതിർത്തും ഷിംജിതയെ അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് ദീപകിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിരവധി പേർ വാദങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. അതിൻ്റെ ചലനങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അതിക്രമം, ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണത് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മൾ ആരോപിക്കുന്ന ഒരാളെ ഇട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള വഴി ഈ സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകിക്കൂടെ? ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള ഈ മോബ് ലിഞ്ചിങ്ങിന് ആൾക്കാരെ ഇരയാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. അതായത് ഈ ഷിംജിതയുടെ കേസ് തന്നെ നമ്മൾ എടുത്താൽ, ആദ്യം ആ കുട്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ വളരെ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു സംശയം, ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തോന്നാവുന്നതാണ്. പക്ഷേ പിന്നീട് അത് എഡിറ്റ് ചെയ്ത ശേഷം വരുന്ന വീഡിയോ നമ്മളെ ഇങ്ങനെയാണ് 2-3 തവണ നമ്മൾ പല ആവർത്തി കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇത് ശരിയായ ഒരു വീഡിയോ അല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ പല ആവർത്തി ആ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളത് ആ ഒരു ബോധ്യത്തിലാണ് വ്യാജമായ ഒരു ആരോപണമാണ് അത് എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ മായ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലൈക്കും റീച്ചും ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഇൻഫ്ലുവൻസ്മാരുടെ ഇടയിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നു, കൂടുതൽ റീച്ച് കിട്ടുന്നു. അത് സാമ്പത്തികമായി കൂടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും പല ഭാഗത്ത്. അതിപ്പോൾ ഈ ഷിംജിതയുടെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പും പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ട്രെയിനിലുള്ള അസുഖം ബാധിച്ച് കിടന്ന ഒരാൾ മദ്യപാനിയാണ് എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അവരുടെ ഒരു മാനസികമായും സാമൂഹികമായും അവരെ വളരെ വലിയ രീതിയിൽ തകർക്കുന്നതാണ് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ദീപക്കിന് മാനസികമായി വലിയ ആഘാതം ഉണ്ടാകുന്നു. അതിനുശേഷം ആത്മഹത്യയിലേക്ക് പോകും. സ്വന്തം കുടുംബത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ കഴിയാത്ത അത്ര വലിയ മാനഹാനി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. നമ്മൾ സ്ത്രീകൾ, നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുകൊണ്ടാകരുത്. ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് നിയമ സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നിയമ സംവിധാനം കൃത്യമായി നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയുകയും ചെയ്യും. ഈ വീഡിയോ ഒരുപക്ഷെ ചിത്രീകരിക്കാം, തെളിവിനായി ചിത്രീകരിച്ച് സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് ഒരു പരാതിയായി പോലീസിൽ നൽകേണ്ടതായിരുന്നു. പക്ഷേ ഷിംജിത, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. അതിനു മുമ്പ് പരാതി ശേഷമാണ് പരാതി നൽകിയത്. അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അത്തരത്തിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ കാണിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഇനി അറിയണം. അതായത് ഷിംജിതയുടെ ഫോണൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, എത്ര വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് ബസ്സിൽ ദീപക് കയറുന്നത് മുതലുള്ള വീഡിയോ ഉണ്ട് എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, അതായത് എനിക്ക് വേണ്ടി ഒരു ഇരയെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഒരു പക്ഷേ ചെയ്തിട്ടുള്ളതായിരിക്കാം. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതും പോലീസിന്റെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. പക്ഷെ മായ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രതികരിക്കണം. എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊക്കെ പ്രതികരിക്കണം. പക്ഷെ ആ പ്രതികരണം എങ്ങനെയാവണം എന്നുള്ളത് ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ പരാതികൾ വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതും ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ. ദീപക് ഇപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും ദീപകിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ ദീപക് ആത്മഹത്യ ചെയ്യാതെ യഥാർത്ഥത്തിൽ ഇതിനെ നേരിടുകയല്ലേ വേണ്ടിയിരുന്നത്. അത് ആത്മഹത്യ ഒരു ഇതല്ലല്ലോ. നമ്മൾ അങ്ങനെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ലല്ലോ സമൂഹത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ. ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ദിലീപ് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമയിൽ ഇത്തരത്തിലൊരു ഇതുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, ശരിയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പലരും ഇത്തരത്തിൽ
നിരവധി വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സാധാരണയായി മാധ്യമങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു തെറ്റും ശരിയും കണ്ടെത്താൻ അല്ലെങ്കിൽ കൃത്യമായ എഡിറ്റിംഗ് ഉണ്ട്. അതിന് എഡിറ്റോറിയൽ ബോർഡ് അടക്കം ഉണ്ട്, അവരതിനെ കൃത്യമായി എഡിറ്റ് ചെയ്യും. പക്ഷേ സമൂഹ മാധ്യമത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അങ്ങനെ ഒരു അതിർവരമ്പ് ഉണ്ടാക്കേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കുന്നത്. കാരണം മറ്റ് മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ ഒക്കെ കൃത്യമായി എഡിറ്റ് ചെയ്ത് ശരിയാണോ, അവിടെയും ചിലപ്പോഴൊക്കെ അത്തരത്തിൽ വാർത്തകൾ വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും പരമാവധി ശരിയായി ആ വാർത്തകൾ നൽകാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു സത്യാവസ്ഥയുണ്ടോ, അങ്ങനെ ഒരു വാർത്ത വന്നാൽ അത് ശരിയാണോ നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. പക്ഷേ ഈ സമൂഹ മാധ്യമത്തിൽ അങ്ങനെ എന്താണ്, അതിനൊരു അതിർവരമ്പ് വെക്കേണ്ടതില്ലേ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ ആ തരത്തിൽ മാറേണ്ടതില്ലേ എന്നുള്ളൊരു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മാറണ്ടേ നിയമ സംവിധാനങ്ങളൊക്കെ? തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ മാറണം. പക്ഷേ അതിനൊപ്പം കൂടി നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കുമ്പോൾ നമ്മളത് വളരെ ക്രിയാത്മകമായാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവനവൻ തന്നെ അത് ഒന്ന് ആലോചിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഉപയോഗം ഈ നമ്മളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത്, ഇന്ത്യയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു ഉപയോഗം ഇല്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നടക്കുന്ന ഈ വീഡിയോ വന്നതിന് ശേഷം ആദ്യം ഈ 1000ഓളം പേർ ഇത് വീഡിയോ കണ്ടു. ദീപകിനെതിരെ വ്യാപകമായ ആക്ഷേപമാണ് ഇതിൽ ഉണ്ടായത്. പിന്നീടാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ആ ആത്മഹത്യ ചെയ്യുന്നതിന് ശേഷം ഈ ആക്രമണങ്ങൾ മുഴുവൻ ഷിംജിതയ്ക്കെതിരായി. ഇത് രണ്ടും ചെയ്യുന്നത് ഈ ഒരു മോബാണ്, ഈ ഒരു കൂട്ടം ആൾക്കാരാണ്, ആൾക്കൂട്ടം, ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം. ഇവർക്ക് ഈ പ്രത്യേക ഐഡന്റിറ്റിയോ വിലാസമോ ഒന്നുമില്ലാത്ത ചിലപ്പം വ്യാജ പ്രൊഫൈലുകൾ വെച്ചിട്ടാണ് ഈ അവിടെ എന്തും നമുക്ക് ചെയ്യാം. കാരണം ഇത് നേരിട്ടല്ല ഏറ്റുമുട്ടൽ. ഇപ്പോൾ അഖിലയ്ക്കെതിരെ ഒരു ആരോപണം എനിക്ക് ഉന്നയിക്കാം എങ്കിൽ അഖില ഇത് പ്രതിരോധിക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും. ചിലപ്പോൾ അഖില അതിനെ പ്രതിരോധിച്ചില്ല എന്നും വരും. പക്ഷേ എനിക്ക് വളരെ സേഫാണ്, എന്തും കടന്നാക്രമിക്കാം. കാരണം അതിന് ഓപ്പോസിറ്റ് എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഒരാളത് പറയുന്നു, കൂടെ ഞാനും കൂടുന്നു. നമ്മൾ ഈ ആൾക്കൂട്ട മർദ്ദനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് ഒരാളാണ് മർദ്ദിച്ചു തുടങ്ങിയാൽ എതിരെ വന്ന് അടിക്കുന്ന ആൾക്ക് എന്തിനാണ് ഇയാൾ അടിക്കുന്നത് പോലും അറിയുണ്ടാവില്ല. അതുപോലെ ആ രീതിയിൽ വ്യാപകമായ അതിക്രമങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാകാമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് നടപടി ഉണ്ടായ കേസുകൾ നിരവധിയായിട്ടുണ്ട്. നമ്മൾ ഈ സവാദിന്റെയൊക്കെ ഒരു ഉദാഹരണം നമുക്ക് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ അടുത്തിടെ ഒരു സഹോദരിയെ ഒരു വയസ്സായ ഒരാൾ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആ രീതിയിലുള്ള വീഡിയോകളൊക്കെ വന്നിരുന്നു. ഇതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇത് സത്യത്തിൽ ഇതിൽ വരുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ, അത്തരത്തിലൊരു സംസ്കാരം നമ്മൾ തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കോട് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ നല്ല അവബോധം അതിനെ സംബന്ധിച്ച് കൊടുക്കണം. സമൂഹ മാധ്യമങ്ങൾക്ക് ശരിയായ വശങ്ങളുമുണ്ട്, തെറ്റായ വശങ്ങളുമുണ്ട്. പലരും ഈ സമൂഹ മാധ്യമങ്ങൾ വഴി അവരുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് സാമ്പത്തികമായും അല്ലെങ്കിൽ സാമൂഹ്യപരമായും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ്. പക്ഷേ മറ്റു ചിലർ, അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എന്തും നമുക്ക് പറയാനുള്ള വേദിയായിട്ട് ഇതിനെ കാണുന്നത്. ഈ അടുത്തിടെ തന്നെ നമുക്കറിയാവുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ യുവതികൾക്കെതിരെയൊക്കെ വലിയ സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ യുവതികൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത്, അത് കോടതിയിലുള്ള ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയ സൈബർ ആക്രമണം, അത് രണ്ടു വശത്തും, അതായത് അതിജീവിതമാർക്കെതിരെയും ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുമുണ്ട്. അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് നമ്മൾ കാണും. പിന്നെ ഈ സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന കുറച്ചധികം ആളുകൾ പലയിടങ്ങളിൽ ഉപയോഗിക്കും. നമ്മൾ മറ്റ് വ്യാജ പരാതികൾ നൽകുന്ന കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഒരുപാട്, അതായത് ഒരു 30-40% കേസുകൾ വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, അത് കൊടുക്കുന്ന കേസുകളിൽ. പക്ഷെ അതിൽ കൃത്യമായ അന്വേഷണം വേണം. പക്ഷെ അങ്ങനെ വ്യാജ പരാതിയാണെങ്കിൽ അതിൽ പെട്ടുപോകുന്ന ഇരകൾ ഉണ്ടല്ലോ, ആ ഇരകളുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, അവർ പൊതുസമൂഹത്തിൽ, ഇതെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും ഇപ്പോൾ ആളുകൾക്ക് അറിയാം. സാധാരണക്കാരായ മുമ്പ് അങ്ങനെയല്ല, ഒരു കേസ് വന്നാൽ ആ നാട്ടിലുള്ള 1-2 പേർക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമായിരിക്കുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ശരിയും തെറ്റുമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ആളുകളെയും തിരിച്ചറിയാം. അപ്പോൾ ഇവർക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വരിക. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അതിജീവിതമാർ അങ്ങനെ തന്നെ സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളതും അവരുടെ സ്വകാര്യതയെ
ഇത് വലിയ തരത്തിൽ ബാധിക്കുന്നു എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആൾക്കൂട്ടാക്രമണം അങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് മാനസികമായി ഒരാളെ തകർക്കുക എന്നുള്ളത് സമൂഹ മാധ്യമത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ അടുത്ത് നവീൻ ബാബുവിന്റെ ആത്മഹത്യമായി ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു മാധ്യമത്തിന് മുമ്പിൽ, അത് സമൂഹ മാധ്യമം അല്ലെങ്കിൽ പോലും ഒരു മാധ്യമത്തിന് മുമ്പിൽ ഒരു ആൾ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടാക്കിയ മാനസികാഘാതമാണ് ആത്മഹത്യയിലേക്ക് നവീൻ ബാബുവിനെ നയിച്ചത്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ. തനിക്കെതിരെ ഉണ്ടായ ഒരു വ്യാജ ആരോപണം, അതിനെ അതിജീവിക്കാൻ കഴിയാതെ ദീപക് ആത്മഹത്യ ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ ഇരകളെ സൃഷ്ടിക്കുക വഴി എന്താണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന പാഠം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിനൊരു അതിർവരമ്പ് നമ്മൾ വെക്കേണ്ടതുണ്ട്. എന്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം, എവിടെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പക്ഷെ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം നേരത്തെ മായ പറഞ്ഞ പോലെ മുഖമില്ല പലർക്കും, എല്ലാം ഫേക്ക് ഐഡന്റിറ്റികളാണ്. എങ്ങനെയാണ് നമുക്കതിനെ കണ്ടുപിടിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം പരാതികൾ പോലീസിലും സൈബറിലും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ കേസിന്റെ ചുവട് പിടിച്ച് തന്നെ ഇപ്പോൾ ഒരു രീതിയിൽ ഒരു വെളുപ്പിക്കുന്നതും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോ, ഇതുപോലെയാണ് സ്ത്രീകൾ, ഈ രീതിയിലാണ്, വെള്ളം വ്യാജമാണ്, വ്യാജ പരാതികളാണ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ വെളുപ്പിക്കുന്ന ഒരു നടപടി ഇതിന്റെ ഭാഗമായിട്ട് പോകുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള അജണ്ടകളാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് വരുന്നത്. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഒരു അതിനെ ഒരു സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ കോടതികൾ പോലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായി സാധാരണക്കാരുടെ ഇടയിൽ അത്തരത്തിൽ വലിയ നിയമ സംവിധാനങ്ങൾ അറിയാവുന്ന കോടതിക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണക്കാരെ അത് ആ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി, ശരിയായ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ആ തരത്തിൽ അവരത് നമ്മുടെ സമൂഹം മാറുകയാണ്. എനിക്ക് ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇതൊരു വഴിയാണ് എന്നുകൂടി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതൊരു വ്യാജ പരാതിയാണ്, പക്ഷേ ഇതല്ലാതെ ഇതിനെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പല തരത്തിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഫോണുകളൊക്കെ അത്ര സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിൽ എടുക്കാം. അപ്പോൾ ഇതൊരു വഴിയാണ്, ഇങ്ങനെ ഒരാളെ അപമാനിക്കാം എന്നുള്ളൊരു വഴി കൂടി തെളിയിച്ചു കൊടുക്കുന്നതാണിത്. അതായത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു മാർഗ്ഗമുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യം സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ, ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ. അതായത് ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ വഴി പല ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവാം, അതിനെ തെറ്റായ രീതിയിൽ എടുക്കുന്നവരും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ സംഭവം വന്നതിന് പിന്നാലെ ഇപ്പോൾ പലരും പറയുന്ന, സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ബസ്സിലൊന്നും ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. വളരെ തീർത്തും തെറ്റായി, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിരന്തരം ബസ്സുകളിൽ ഇത്തരത്തിൽ അതിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ, ഇപ്പോൾ വീഡിയോ എടുത്തും അല്ലാതെ പ്രതികരിക്കുന്നത് കൊണ്ടും പലപ്പോഴും അവർക്ക് ഇതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങളും, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഷിംജിത വീഡിയോ എടുത്തു എന്ന് പറയുന്നത്, ഇതിന് മുൻപ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. ഇയാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു അതിക്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്കൊരു വീഡിയോ വെച്ച് നമുക്ക് ഒന്നും ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഈ ദീപക് ഈ ഷിംജിതയെ ഇത്തരത്തിൽ മോശമായി സമീപിച്ചതിന് യാതൊരു തെളിവുമില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇതിനിപ്പോൾ കോടതിയൊക്കെയാണ് ഇതിനൊരു അന്തിമമായിട്ടുള്ള ഒരു വിധി നിശ്ചയിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഈ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് പറയേണ്ടത് ആ ഇര തന്നെയാണ് പറയേണ്ടത്. അത് മറ്റാരെയും ബോധ്യപ്പെടുത്താനോ മറ്റാർക്കും അത് മനസ്സിലാവില്ല, മൂന്നാമതൊരാൾക്ക് അത് മനസ്സിലാവില്ല. കാരണം ഒരു സ്ത്രീക്ക് അവൾക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ അത് ആദ്യം തിരിച്ചറിയുന്നതും അതൊരു ബാഡ് ടച്ചാണ് എന്ന് മനസ്സിലാകുന്നതും അതൊരു സ്ത്രീക്ക് തന്നെയാണ്. കാരണം പുരുഷന് അത്തരത്തിൽ അത് നമുക്കൊരു വീഡിയോ കണ്ടിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, നമുക്ക് ഇപ്പോൾ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പം നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലാണ് ഒരു ടെൻഷൻ ഉണ്ടാവുക, എനിക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒരു മോശമായിട്ട് എനിക്കൊരു ബിഹേവിയർ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക, ടെൻഷൻ എപ്പോഴും സ്ത്രീകൾക്കാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല. രാത്രികാലങ്ങൾ യാത്ര ചെയ്യാൻ, ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നെ കയറി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ പുരുഷനുണ്ടാവുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ച് പുരുഷന്മാർക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നതെങ്കിലും ഈ വീഡിയോ, ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നു, ദീപക് ആത്മഹത്യ ചെയ്യുന്നു, അതിനുശേഷം ദീപകിനെ അനുകൂലിച്ച്
നിരവധി പേർ വരുമ്പോൾ ധാരാളം ട്രോളുകൾ വരുന്നുണ്ട്. ഈ പടച്ചട്ടയൊക്കെ ഇട്ട് പുരുഷന്മാർ പുറത്തിറങ്ങുന്ന പോലത്തെ ധാരാളം ട്രോളുകൾ. തമാശയാണെങ്കിൽ പോലും പുരുഷന്മാർക്കും അത്തരം ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. മായപ്പ സൂചിപ്പിച്ചപ്പോഴാണ്, അതായത് നേരത്തെ കാലങ്ങളിൽ സ്ത്രീകൾക്കായിരുന്നു എല്ലാത്തിനും ഭയം. ഇപ്പൊ സ്ത്രീകൾ കുറച്ചുകൂടി അത്തരം ഭയമൊന്നും സ്ത്രീകളുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. അവർ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളെയും നേരിടാൻ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തിൽ എല്ലാത്തിനെയും നേരിടാനും ഇടപെടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് ഇപ്പോൾ ആ ഭയം വന്നിട്ട് വരിക. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന പോലെ പുരുഷ കമ്മീഷനൊക്കെ കൊണ്ടുവന്നിട്ട് വരേണ്ടതുണ്ടോ, ഇനി അങ്ങനെയാണോ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെന്നാണ് ചില സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നീതി നിയമവ്യവസ്ഥകളൊക്കെ കുറേ കൂടി ഇതിലൊക്കെ മാറേണ്ടതുണ്ട്. സൈബർ ഇടങ്ങളിൽ എങ്ങനെയാണ് പെരുമാറ്റം എന്നുള്ളതിൽ വളരെ പ്രധാനമാണ്. ഒരു ദീപകിന്റെ ആത്മഹത്യയിൽ അവസാനിക്കുന്നതൊന്നുമല്ല ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ. ഇതിപ്പോൾ ദീപക് പുരുഷനായതുകൊണ്ട് ഷിംജിത എന്ന സ്ത്രീക്കെതിരെ വലിയ ആരോപണം. പക്ഷെ ഇത് തിരിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എങ്കിൽ പോലും സ്ത്രീക്ക് അപമാനം തന്നെയാണ് പലയിടത്തും. സമൂഹ മാധ്യമങ്ങൾ വൈറലായാൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോൾ ശരിയായ ഒരു സംഭവമായിരുന്നു എന്ന് തന്നെ കരുതുക, അപ്പോഴും ഷിംജിതയും സ്വാഭാവികമായി അപമാനിക്കപ്പെടും. എല്ലാവരും ദീപകിനെ ഇപ്പൊ പിന്തുണയ്ക്കുന്ന എല്ലാവരും ആദ്യഘട്ടങ്ങളിൽ ഷിംജിതയെ പിന്തുണച്ചിരുന്നല്ലോ. ആ പിന്തുണ തന്നെയാണ് പിന്നീട് ഉണ്ടാകും. പക്ഷേ ഈ പിന്തുണ എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരു പിന്തുണയായി മാത്രം നിൽക്കില്ല, പലയിടത്തും അധിക്ഷേപമായിട്ടും വരാം. അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ വ്യക്തിത്വവും അന്തസ്സുമാണല്ലോ, അതിന് കളങ്കമേൽക്കുമ്പോഴാണല്ലോ നമുക്കതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാറ്റം തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. നമ്മൾ അതിനൊരു മായ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാംസ്കാരിക അവബോധം, അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഇടപെടേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തിനും രണ്ട് മറുപുറമുണ്ടല്ലോ. ഒരു തെറ്റ് ചെയ്താലും എന്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ഷിംജിതയുടെ ഒരു വശം നമുക്ക് കേൾക്കണം, ദീപകിന്റെ ഒരു വശവും കേൾക്കണം. അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് എറിഞ്ഞു കൊടുക്കേണ്ട ആ ഒരു ഘട്ടമുണ്ടോ? അങ്ങനെ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹമാണ്, അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇത്തരം. പക്ഷേ അവിടെയും വേറൊരു കാര്യമുണ്ട്. ഇത്തരം അപക്വമായ ചില ഇടപെടൽ ഉണ്ടായാൽ അത് ശരിയായ ചില സംഭവങ്ങളെ കൂടി ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇത്തരം അപക്വമായ സമീപനം യഥാർത്ഥ ലൈംഗിക അതിക്രമങ്ങളെ വെള്ളപൂശാൻ കാരണമാകരുത്. പൊതു ഇടങ്ങളിൽ മോശം അനുഭവം ഉണ്ടായാൽ സ്ത്രീകൾ തീർച്ചയായും പ്രതികരിക്കണം. പക്ഷേ അതിൻ്റെ വഴി ഇതല്ല. സാമൂഹ്യ മാധ്യമ വിചാരണ ഇങ്ങനെ തുടർന്നാൽ നാളെ സത്യസന്ധമായ ഒരു പരാതിയുമായി ഒരാൾ വന്നാൽ പോലും അവർക്ക് നീതി കിട്ടാത്ത സാഹചര്യം വരും. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് സിനിമാ ഷൂട്ടിംഗ് നടന്നതായി പരാതി. ദേവസ്വം പ്രസിഡന്റിനാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. സംവിധായകൻ അനുരാജ് മനോഹറിന്റെ സിനിമയാണ് ചിത്രീകരിച്ചതെന്നും പരാതിയിൽ. ഹൈക്കോടതി വിലക്കുള്ളതിനാൽ സന്നിധാനത്ത് സിനിമ ചിത്രീകരണം സാധ്യമല്ലെന്ന് സംവിധായകനെ അറിയിച്ചിരുന്നതായും പരാതി ലഭിച്ചതിനാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസ് SP നിർദ്ദേശം നൽകിയതായും ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. എന്നാൽ തന്റെ സിനിമ പമ്പ പശ്ചാത്തലമായതാണെന്നും ഷൂട്ടിംഗ് നടന്നത് പമ്പയിലാണെന്നും അതിന് ADGP S. ശ്രീജിത്തിന്റെ അനുമതി വാങ്ങിയിരുന്നതായും സംവിധായകൻ പറയുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറിയുമായ V. കുഞ്ഞികൃഷ്ണൻ. തെളിവുകൾ പാർട്ടിക്ക് മുന്നിൽ വെച്ചെങ്കിലും നടപടിയെടുക്കാതെ തട്ടിപ്പ് മൂടിവെച്ചെന്ന് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞികൃഷ്ണനെ തള്ളി ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ുന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. 2016 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ സമാഹരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തു എന്നതാണ് വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം അറിയാമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ധനരാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ദേശം. എന്നാൽ 2021 വരെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2020 ഏരിയ സെക്രട്ടറിയായ താൻ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. 2021 സമ്മേളനത്തിന് തൊട്ടുമുൻപ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് വിചിത്രമായ കണക്കുകൾ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. വീട് നിർമ്മാണത്തിന് 34.75 ലക്ഷത്തിന്റെ ചെക്ക് നൽകി എന്നായിരുന്നു കണക്ക്. എന്നാൽ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.75 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്കും പോയതായി കണ്ടെത്തി. ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചുവെന്നും പറയുന്നു.
എന്നാൽ കെട്ടിടം പണിക്കുള്ള ഫണ്ട് അവിടെയുണ്ടായിരുന്നു. രക്തസാക്ഷി ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വ്യാജ രസീത് പ്രിന്റ് ചെയ്യിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തടവറകളും ഇടിമുറുകളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു എന്നാണ് പോസ്റ്ററിൽ ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ചർച്ച ചെയ്യാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്കും സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ന്യൂസിലൻഡിനെതിരെ തുടർച്ചയായ രണ്ടാം 2020 മത്സരത്തിലും ഇന്ത്യക്ക് തകർപ്പൻ ജയം. കിവീസിനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇഷാൻ കിഷാൻ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. മലയാളി താരം സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലെത്തി. നാളെ ഗുവാഹത്തിയിലാണ് മൂന്നാമത്തെ മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ.